സിംബ 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 സിംബ. വല്ല നിവൃത്തി ഉണ്ടായെങ്കിൽ ചിമ്പൻ ദേ ഇത് പറിച്ച് മാന്തി പൊളിച്ച് തിന്നാനാ. ചോട്ടിലായി പോയി. ചിമ്പന സ്ഥാനത്ത് പൂച്ചയായിരുന്നെങ്കിൽ ഇപ്പം കാണാമായിരുന്നു. ബംബ്ലൂസൊക്കെ തേങ്ങ പൊഴിച്ച് തന്നോണം പൊഴിച്ച് തന്നെ അല്ലേ ചിമ്പ? ഇല്ലടാ എന്നെ ഇങ്ങോട്ട് കയറ്റി വിട്ടേ, ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. ചിമ്പ എന്താ 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 തോട്ടിൽ പോയി കുളിച്ചുവിടറാ? നിനക്ക് ആ തോട്ടിൽ പോയി കുളിച്ചൂടെ? നീ ഇവിടെ ഇരുന്ന് മാന്തുന്നത്. അവിടെ തോട്ടിൽ പോയി കുളിച്ചൂടെ നിനക്ക്? ചിമ്പാ തൊടണോ? നീ തൊട്ട് കഴിഞ്ഞിട്ട് നീ മാന്തില്ലേ? ചിമ്പ തൊടണോടാ ചിമ്പ ചിമ്പു നോക്കിയടാ ചിമ്പ ഇങ്ങോട്ട് നോക്കടാ. എൻ്റെ വാലപ്പന് വാലില്ലടാ ആട്ടാ. നിൻ്റെ മാതിരി ഒരു വാലില്ലാത്തൊരു പാവമുണ്ട് എൻ്റെ വാലപ്പൻ. ഇവിടെയൊക്കെ നല്ല ഇരുട്ട്. കടച്ചക്ക ഉണ്ടായി തുടങ്ങിയാ? കൊഴിഞ്ഞു പോണ്. ഓ അതെ ഇത് പാകായിട്ടുണ്ടല്ല. ഒക്കെ ആകാശത്ത് പോയിട്ടാണ്. കടപ്ലാവ് ആകെ ഇതായല്ലോ. ചൂടിന്റെ അത് തിളങ്ങുന്നുണ്ട്. മുതിരയൊക്കെ ഇട്ടേ വെക്കാനായിട്ട് നല്ലതാ. ഇടിയം വെക്കുമ്പോഴാണ് കൂടുതലുണ്ടാവാന്ന് പറയാ. ദേ ഈ പാകത്തിന് വെക്കാം. ഇതൊക്കെ ആ പാകണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ദേ ഈ പാകത്തിനൊക്കെയാണ് കടയിൽ. ഇത് വെച്ചോ. ഞങ്ങൾ ചക്ക കഴിച്ചു. കാരണം വെള്ളിക്കുളങ്ങരയിലെ എൻ്റെ വീടിന് മുമ്പിൽ നിന്നാണ്. ഞാനേ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറയാറില്ലേ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയാ വിളിക്ക് സിംബ നീ വിളിക്ക്. നിന്റെ സ്വരം കേട്ടല്ലേ അറിയുള്ളൂ. സിംബ ഇങ്ങോട്ട് വാടാ സിംബ വാ. ഓടിയോ എന്തെങ്കിലും തിന്നാടുക്കടി. സിംബ ഇവിടെ വാടാ. ഓടി വാ. സിംബ